കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 24 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴുവനെങ്കിലും കൂട്ടുവാൻ നിങ്ങൾക്കാർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നമ്മളെ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നതും വായിക്കുന്നതുമൊക്കെ കർത്താവായ ഈശോ മിശിഹായുടെ തൻ്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചുകൊണ്ട് മലമുകളിൽ ഇരുന്നുകൊണ്ടുള്ള പ്രബോധനത്തെയാണ്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ജീവിതത്തിൻ്റെ രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന പ്രബോധനങ്ങളാണ് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിന്ന് വായിച്ചു കേട്ടത്, 2 യജമാനന്മാരെ സേവിക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. അഥവാ സേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവുകയില്ല, നമ്മൾ എങ്ങും എത്തുകയില്ല എന്നുള്ളൊരു ബോധ്യത്തിലോട്ട് കടന്നു വരുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നാഥൻ ആരാണ്, നമ്മൾ ആരെയാണ് ആശ്രയിച്ച് ജീവിക്കുന്നു എന്നതിലായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിലനിൽപ്പെന്ന് പറയുന്നത്. നമ്മുടെ ലോകത്തെയാണോ ഭൂമിയെയാണോ നമ്മൾ ആശ്രയിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അവസാനിക്കുമ്പോൾ, ലൗകികമായിട്ടുള്ള വസ്തുക്കൾ തീർന്നു പോകുമ്പോൾ നമ്മൾ നിരാശയിലോട്ട് വീഴുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ കർത്താവിനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനനാക്കി മാറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് ആകുലതയെപ്പറ്റി പറയുന്നത്. നിങ്ങൾ ആകുലരാകേണ്ട കാര്യമില്ല. നമ്മൾ ഭക്ഷണത്തെ പറ്റിയോ വസ്ത്രത്തെ പറ്റിയോ നമ്മൾ ആകുലരായി ജീവിക്കാറുണ്ട്. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്. എല്ലാ ദിവസവും പല രീതിയിലുള്ള ചിന്തകളിലൂടെ, സങ്കടങ്ങളിലൂടെ, ടെൻഷനുകളിലൂടെ കടന്നു പോവുകയാണ്. അതിന് പരിഹാരമായിട്ട് ഈശോ മിശിഹ തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു രഹസ്യം ഇതാണ്: ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ
ശ്രേഷ്ഠമായ കാര്യങ്ങളിലോട്ട് ശ്രദ്ധ തിരിക്കുവാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുമ്പോഴും, നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കുമ്പോഴും, നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴും, നിരാശപ്പെടുമ്പോഴുമൊക്കെ ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് ഇതാണ്: നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ കാര്യങ്ങളിലോട്ട് നമ്മൾ ശ്രദ്ധ തിരിക്കുക. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളിലോട്ട് ശ്രദ്ധ തിരിക്കുക. അതിൽ നമ്മൾ ശ്രദ്ധ തിരിച്ചുകൊണ്ട്, ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ദൈവത്തെ നന്ദി പറയുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ, നമ്മുടെ ആകുലതകളെല്ലാം, നമ്മുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിൽ ഭരമേൽപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഏറ്റവും വലിയ വഴിയാണ് കർത്താവ് പറയുന്നത്, അതിനൊരു പരിഹാരമാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ നാഥൻ കർത്താവായ ഈശോ മിശിഹായാണെങ്കിൽ കർത്താവ് നമ്മളെ പിടിച്ചു നിർത്തുമെന്നുള്ളൊരു വിശ്വാസത്തിലോട്ട് നമുക്ക് കടന്നു വരാം. നമുക്കറിയാം, നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും അർപ്പിച്ച കർത്താവ്, നമ്മളെ സൃഷ്ടിച്ച കർത്താവ്, നമ്മളെ പരിപാലിക്കുന്ന കർത്താവ് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മൾ കടന്നു വരണം. നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയുകയില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ സഹനങ്ങളിലും ബലഹീനതകളിലും കർത്താവിൻ്റെ ശക്തി കാണുവാനായിട്ട് സാധിച്ചത്. തൻ്റെ സഹനങ്ങളിലും തൻ്റെ ബലഹീനതകളിലും പൗലോസ്ലീഹ പറയുന്നത് ഞാൻ ശക്തനാണ് എന്നാണ്. അവിടെ കർത്താവിൻ്റെ ഒരു വലിയ കരം കാണുവാനായിട്ട് പൗലോസ്ലീഹായ്ക്ക് സാധിച്ചു. അതുപോലെ പൗലോസ്ലീഹായെ പോലെ നമ്മുടെ ജീവിതത്തിലും സ്നേഹമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാ ദിവസവും നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹനങ്ങളിലും പതറാതെ, ബുദ്ധിമുട്ടുകളിലും പതറാതെ എല്ലാം കാത്തു പരിപാലിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാം. കർത്താവ് ഇതിനായിട്ട് നമ്മളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.